السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ 195 വരെയുള്ള ആയത്തുകളാണ് കവർ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 196, കുറച്ചൊരു വലിയ ആയത്താണ്, കുറച്ച് ടെക്നിക്കാലിറ്റികൾ ഉള്ള നിയമങ്ങളൊക്കെ ഉള്ള ആയത്താണ്. ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പോവാം. 196. وأتم الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريض أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام ثلاثة أيام في الحج وسبعة إذا رجعتم تلك عشرة كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക. ഇനി നിങ്ങൾക്ക്, അതായത് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ബലി അർപ്പിക്കേണ്ടതാണ്. ബലിമൃഗം എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങൾ തലമുണ്ഡനം ചെയ്യാവുന്നതല്ല. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ തലയിൽ വല്ല ശല്യവും അനുഭവപ്പെടുകയോ ആണെങ്കിൽ മുടി നീക്കുന്നതിന് പ്രായശ്ചിത്തമായി നോമ്പോ ദാനധർമ്മമോ ബലികർമ്മമോ നിർവഹിച്ചാൽ മതിയാകും. ഇനി നിങ്ങൾ നിർഭയാവസ്ഥയിലാണെങ്കിലോ, അപ്പോൾ ഒരാൾ ഉംറ നിർവഹിച്ചിട്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം, പ്രയോജനം ഉൾക്കൊള്ളുന്ന പക്ഷം സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ഹജ്ജിനിടയിൽ ബലി കഴിക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും അത് കിട്ടാത്ത പക്ഷം ഹജ്ജിനിടയിൽ 3 ദിവസവും നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 7 ദിവസവും ചേർത്ത് ആകെ 10 ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. കുടുംബസമേതം മസ്ജിദുൽ ഹറാമിൽ താമസിക്കുന്നവർക്കല്ലാത്തവർക്കാകുന്നു ഈ വിധി. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. വാക്കർത്ഥം നോക്കാം. കുറേ പുതിയ വാക്കർത്ഥങ്ങൾ ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അതിമ്മു മീം നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുവിൻ. ഒരു കൽപ്പനയാണ്, പ്ലൂറൽ ആയിട്ടുള്ള എല്ലാവരോടും, വിശ്വാസികളോട് പറയുന്ന ഒരു കൽപ്പനയാണ്. അൽ ഹജ്ജ ഹ ജീം വൽ ഉംറത ഉംറയും ഐൻ മീം റോ ലില്ലാഹി അല്ലാഹുവിനായി. ഫഇൻ ഉഹ്സിർതും എന്നാൽ നിങ്ങൾ തടഞ്ഞു വെക്കപ്പെട്ടാൽ, ഫ എന്നാൽ ഇൻ അങ്ങനെയാണെങ്കിൽ, ആയാൽ ആൽ എന്നുള്ള അർത്ഥം. ഓക്കെ, ഇഫ് ഉഹ്സിർതും ഹ സ്വാദ് റോ നിങ്ങൾ തടയപ്പെട്ടാൽ, നിയന്ത്രിക്കപ്പെട്ടാൽ, പരിമിതപ്പെടുത്തപ്പെട്ടാൽ. ഓക്കെ, ഉഹ്സിർതും നിങ്ങൾ. ഓക്കെ, ഫമ അപ്പോൾ യാതൊന്ന്, ഇസ്തൈസറ സൗകര്യപ്പെടുന്നത്, യാ സീൻ റോ യുസ്ര എന്നുള്ള വരുന്ന വാക്കാണ്. മിനൽ ഹദിയിൽ നിന്ന്, ഹ ദാൽ യ. വല തുഹ്ലികു നിങ്ങൾ മുടി കളയരുത്, തുഹ്ലികു ഹ ലാം ഖാഫ്, ഹ ലാം ഖാഫ് അതും ഒരു കൽപ്പനയാണ്. ലാ തുഹ്ലികു നിങ്ങൾ മുടി കളയരുത്. റുഊസക്കും നിങ്ങളുടെ തലകളിലെ, റഅസ് പ്ലൂറലാണ് റുഊസ്, റോ ഹംസ സീൻ. ഹത്ത യബ്ലുഗ എത്തുന്നത് വരെ, ബ ലാം ഓ. ഓക്കെ, ഓയിൻ. അൽ ഹദിയു ബലിമൃഗം, മഹില്ലഹു അതിന്റെ സ്ഥാനത്ത്, ഹ ലാം ലാം ഹില്ല മഹിൽ. ഫമൻകാന എന്നാൽ ആരെങ്കിലും ആയാൽ, മിൻകും നിങ്ങളിലെ, മരീദുൻ മീം റോ ദോദ്. ഓക്കെ, മരീദ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, രോഗി. ഔ അല്ലെങ്കിൽ ബിഹി അവന്, അവൻ
ഉപദ്രവം, എന്തെങ്കിലും മുറിവ് അല്ലെങ്കിൽ പ്രയാസം. ഹംസ ദാൽ യ. മിർ റഅസിഹി അവന്റെ തലയിൽ. റഅസ് മുമ്പ് പറഞ്ഞിട്ടുള്ള റൂട്ടാണ്. ഫിദിയത്തുൻ അപ്പോൾ പ്രായശ്ചിത്തം. ഫിദിയ ഫ ദാൽ യ. മിൻ സുയാമിൻ നോമ്പ് കൊണ്ട്, നോമ്പിൽ നിന്ന്. സ്വാദ് വൗ മീം. ഔ അല്ലെങ്കിൽ സ്വദഖത്തിൻ സ്വദഖ കൊണ്ട്, ധർമ്മം കൊണ്ട്. സ്വാദ് ദാല് ഖഫ്. ഔ അല്ലെങ്കിൽ നുസുക്കിൻ ബലി കൊണ്ട്. ഓക്കെ, ബലികർമ്മം കൊണ്ട്. നൂന് സീൻ കാഫ്. ഫഇദാ അമിൻതും ഫഇദാ ഫ ഇനി അല്ലെങ്കിൽ എന്നാൽ ഇദാ ആയാൽ. ഓക്കെ, അമിൻതും നിങ്ങൾ സുരക്ഷിതരാകും ആയി. ഓക്കെ, അമിൻതും ഹംസ മീം നൂൻ. അപ്പൊ നിങ്ങൾ സുരക്ഷിതരായാൽ, സുരക്ഷിതമായാൽ. ഫമൻ അപ്പോൾ ആരെങ്കിലും. തമത്ത മീം താ ഐൻ സുഖമെടുത്താൽ അല്ലെങ്കിൽ പ്രയോജനം ഉൾക്കൊണ്ടാൽ. ബിൽ ഉംറ ഉംറ ചെയ്തുകൊണ്ട്. ഇലൽ ഹജ്ജി ഹജ്ജ് വരേക്കും. ഫമസ്തൈസറ അപ്പോൾ സൗകര്യമായത്. മിനൽ ഹദി ബലിയിൽ നിന്നും. അതൊക്കെ മുമ്പേ പറഞ്ഞിട്ടുള്ള റൂട്ടുകളാണ്. ഫമൻ ലം യജിദ്. ഫമൻ ഫ മൻ ലം യജിദ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇനി. മൻ ആരെങ്കിലും. ലം ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി ആർക്കെങ്കിലും. യജിദ് കിട്ടിയില്ലെങ്കിൽ, കണ്ടുപിടിച്ചില്ലെങ്കിൽ. വാവ് ജീം ദാൽ വജദ യജിദു. ഓക്കെ, ആരെങ്കിലും കണ്ടുപിടിച്ചില്ലെങ്കിൽ, ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ. ഫസുയാമു അപ്പോൾ നോമ്പ്. സുയാം നോമ്പ്. സലാസത്തു അയ്യാമിൻ. സലാസ 3, അയ്യാം ദിവസങ്ങൾ. യൗമിന്റെ പ്ലൂറല് അയ്യാം. ഫിൽ ഹജ്ജി ഹജ്ജിന്റെ സമയത്ത്. വസബഅത്തിൻ 7. ഓക്കെ, സബഅത്ത് അയ്യാം തന്നെയാണ്, 7 ദിവസവും. ഇദാ റജഅതും നിങ്ങൾ മടങ്ങിയാൽ. ഓക്കെ, റജഅതും നിങ്ങൾ നിങ്ങൾ നമുക്കറിയാലോ ഫഅല ഫഅൽതും പോലെയാണ്. റജഅതും നിങ്ങൾ മടങ്ങിയാൽ. തിൽക അത്. അശറത്തുൻ ഒരു 10. ഓക്കെ, ഐൻ ഷീൻ റ 10. കാമില കാമിലത്തുൻ പൂർണ്ണമായ, പൂർത്തിയായത്. കാഫ് മീം ലാം. ദാലിക അത്. ലിമൻ യാതൊരുവന്, ഒരുത്തന്. ലം യകുൻ ഇല്ല. അഹ്ലുഹു അവന്റെ സ്വന്തക്കാർ, അവന്റെ കുടുംബക്കാർ. ഹാദിരി സന്നിഹിതർ, പ്രസന്റ് ആയിരിക്കുക. ഹ ദോദ് റോ. അൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ. വത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുവിൻ. വഅലമു നിങ്ങൾ അറിയുകയും ചെയ്യുവിൻ. വത്തഖുല്ലാഹ തഖ്വ ഖാഫ് വാവ് ഖാഫിയ. വഅലമു ഐൻ ലാം മീം. അന്നല്ലാഹ അല്ലാഹു ആണെന്ന്. ഷദീദുൻ കഠിനമായവൻ. ഷീൻ ദാൽ ദാൽ. അൽ ഇഖാബ് ശിക്ഷയിൽ. ഐൻ ഖാഫ് ബ. തഫ്സീർ നോക്കാം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ല. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം, എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഹജ്ജ് ചെയ്തവര് മനസ്സിലുള്ള ആ ഒരു പ്രിസംഷൻസും മുൻവിധികളൊക്കെ മാറ്റി വെച്ചിട്ട് ശ്രദ്ധിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ഇത് ഇന്നതാണല്ലോ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കും. മീൻസ് മനസ്സിലൊരു കാര്യം വെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും അറിയില്ല എന്നുള്ള പോലെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അതിമ്മു ത മീം മീം റൂട്ട്. തമാം ഇത്മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു കർമ്മം കംപ്ലീറ്റ് ആയിട്ട് പെർഫോം ചെയ്യുക. അതായത് അതിനകത്ത് ഒരു കഷ്ണം പോലും, ഒരു ഭാഗം പോലും ബാക്കി വെക്കാതെ മുഴുവനായിട്ട് ചെയ്യുന്നതിനാണ് ഇത്മാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിമ്മു എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ് അല്ലെ. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അതായത് ഒന്നും ബാക്കി വെക്കാത്ത രീതിയിൽ നിങ്ങൾ നിർവഹിക്കണം, പെർഫോം ചെയ്യണം. എന്ത്? അൽ ഹജ്ജ് ഹജ്ജിനെ. വൽ ഉംറ ഉംറയെയും. ആർക്ക് വേണ്ടി? ലില്ല അള്ളാഹുവിന് വേണ്ടി. അപ്പൊ അതിമുൽ ഹജ്ജ് വൽ ഉംറത ലില്ല. നിങ്ങൾ ഹജ്ജും ഉംറയും പരിപൂർണമായിട്ട് നിർവഹിക്കുക. ആർക്ക് വേണ്ടിയാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി അല്ലെ. അപ്പം ഹജ്ജും ഉംറയും നമുക്കറിയാം നമ്മളുടെ തീർത്ഥാടനമാണ് അല്ലെ. ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ബൈത്തുല്ലാഹ് കഅബയിൽ പോയിട്ട് അവിടെ വെച്ച് നടത്തുന്ന ഒരു തീർത്ഥാടനത്തിനെയാണ് ഹജ്ജ് ഉംറ എന്ന് വിളിക്കുന്നത്. ഹജ്ജ് അതിൽ മെയിൻ ആയിട്ടുള്ള തീർത്ഥാടനം, ഉംറ മൈനർ ആയിട്ടുള്ള ചെറിയ തീർത്ഥാടനമാണ്. ഹജ്ജിന്റെ റൂട്ട് ഹ ജീം ജീം. ഹജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുക, നിയത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, ബൈത്തുല്ലാഹിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക സമയത്ത് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നീയത്ത് വെക്കുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റൂല, ഒരു പ്രത്യേക സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ വെറുതെ നമ്മൾ അവിടെ പോയി
മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചിട്ട് തിരിച്ചു വരലല്ല, അതിന് പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും ഒക്കെ പാലിച്ചുകൊണ്ട് പ്രത്യേക കർമ്മങ്ങൾ നിർവഹിക്കണം. അപ്പം അതാണ് ഹജ്ജ്. ഇനി ഉംറ എന്ന് പറഞ്ഞാൽ ഐൻ മീം റോ, നമ്മൾ മുമ്പ് യഅ്മുറു പഠിച്ചിട്ടുണ്ട്. ഐൻ മീം റ യഅ്മുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലം പോപ്പുലേറ്റ് ചെയ്യുക, അതായത് ജനങ്ങളെ കൊണ്ട് നിറയ്ക്കുക. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലം ജനങ്ങളെ കൊണ്ട് ജനനിബിഡമാകുക, ജനപ്പെരുപ്പം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് യഅ്മുറു എന്ന് പറഞ്ഞ വാക്ക്. അപ്പം ഉംറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭവനത്തിന് വിസിറ്റ് ചെയ്യലാണ്. വിസിറ്റ് ചെയ്യൽ മാത്രമല്ല, കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് അല്ലെ. വർഷം മുഴുവനും ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഭവനം ഹറം എപ്പോഴും ആളുകളെ കൊണ്ട് ജനനിബിഡമായിട്ട് ബിസി ആക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഉംറ അല്ലെ. വർഷം മുഴുവനും ആയുസ് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ബൈത്തിനെ ജനനിബിഡമാക്കുന്ന, പോപ്പുലേറ്റ് ചെയ്യുന്ന, യഅ്മുറു ആക്കുന്ന ആ ഒരു അവസ്ഥയാണ് എന്താണ് ഉംറ എന്ന് പറയുന്നത്. ഉംറ കാരണമാണ് അങ്ങനെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഭവനം പോലെ ലോകത്ത് വേറെ ഒരു സ്ഥലവും എല്ലാ കാലത്തും ഇതേപോലെ ബിസി ആയിട്ടുള്ളത് ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു മാളോ ഒരു തീം പാർക്കോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനോ ഒക്കെ തിരക്കുള്ള സ്ഥലമാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടെയൊക്കെയും ചിലപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു സമയം കഴിയുമ്പം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യാറുണ്ട് അല്ലെ. ചില ആളുകളൊക്കെ അതിന്റെ ആ ഒരു എന്താ പറയാ, അതിനേക്കാളും വലുത് നല്ലതൊക്കെ വന്ന് കഴിയുമ്പോൾ ചിലപ്പം അത് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പം ആഴ്ചയിൽ ഒരു ലീവ് ഉണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ കൊല്ലത്തിൽ 1-2 ദിവസത്തെ ലീവ് ഉണ്ടാവും അല്ലെ. ഇനി അതുമല്ല, ചില റിനോവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ കംപ്ലീറ്റ് അടച്ചു പൂട്ടാറുണ്ട്, എന്നിട്ട് അത് പണി കഴിഞ്ഞിട്ട് തുറക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹുവിന്റെ ഭവനത്തിന് ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, ഈവൻ ക്ലീനിങ് നടക്കുകയാണെങ്കിലും റിനോവേഷൻ നടക്കുകയാണെങ്കിലും കഅബയുടെ കവറിലെ കിസ്വ മാറ്റുന്ന ഒരു കാര്യമാണെങ്കിലും എന്തൊരു സംഭവമാണെങ്കിലും അവിടെ ഷട്ട് ഡൗൺ ഇല്ല. സുബ്ഹാനല്ലാഹ്. ആളുകൾ എപ്പോഴും ഉംറയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആളുകൾ എപ്പോഴും ആ ഒരു സ്ഥലത്തിനെ പോപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ജനനിബിഡമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഉംറ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹജ്ജും ഉംറയും എന്താക്കുക, കംപ്ലീറ്റ് ചെയ്യുക, നിർവഹിക്കുന്നല്ല കംപ്ലീറ്റ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. വെറുതെ നിങ്ങൾ പോയിട്ട് ഓക്കെ ഇന്ന കാര്യം ചിലപ്പോൾ സാഴിയൊക്കെ ചെയ്യാൻ പോകും, ഭയങ്കര ക്ഷീണം ഇന്ന്, ഇനി ഞാൻ ചെയ്യുന്നില്ല, അടുത്ത പ്രാവശ്യം നോക്കാം, അങ്ങനെ ഒന്നും പറയാനുള്ള ഒരു ഓപ്ഷനേ നമുക്ക് ഇല്ല അല്ലെ. ഇപ്പൊ ഹജ്ജിന് പോകുമ്പോൾ കുറെയൊക്കെ ഞാൻ ചെയ്തു, മിനയിലേക്ക് എനിക്ക് പോകാൻ വയ്യ, എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ നിർത്താൻ പോവാണ്, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ വീടിന്റെ ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ആൾക്കാരെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള പ്രൊഫഷണൽസിനെ അന്വേഷിക്കും അല്ലെ. കാരണം അവർക്ക് എന്ത് ശീലമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം നമ്മൾ വീടിന്റെ ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവർ സക്സസ്ഫുൾ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലാണ് നമ്മൾ വിളിക്കുക. അല്ലാതെ തോന്നിയ മാതിരി കുറേ പ്രൊജക്ട് ഏറ്റെടുത്ത് എല്ലാം പകുതി വഴിയിൽ ഇട്ടേച്ച് പോകുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കൂല അല്ലെ. അപ്പം അവരതിനെ സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങിയതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുള്ളൂ. അതാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. പ്രൊഫഷണൽസ് അവർ ചെയ്യുന്ന വർക്കിനോട് അവർക്ക് ആത്മാർത്ഥതയുണ്ടാവും, അവരതിനെ സീരിയസ് ആക്കി എടുക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ കോഴ്സ് ഇതൊരു കോഴ്സ് അല്ല, നമ്മുടെ ജീവിതം തന്നെയാണ് അല്ലെ. നൂറ് സോദരി എന്ന് പറഞ്ഞിട്ട്, അപ്പം ഇവിടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് അല്ലെ. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്തൊരു കാര്യവും നമ്മൾ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇക്കാര്യത്തിൽ വലിയ സീരിയസ് ഒന്നും അല്ല, ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല നമുക്ക് അല്ലെ. എനിക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം എന്താ? അവരെന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ലില്ലാഹ്, ആർക്ക് വേണ്ടി? അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. അള്ളാന്റെ റൈറ്റ് ആണ്, അള്ളാന്റെ ഹക്കാണ് ഇത്. നമ്മൾ ചെയ്യുന്ന ഹജ്ജും ഉംറയും അള്ളാഹുവിന്റെ ഹക്ക് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. സൂറത്ത് ആൽ ഇംറാനിൽ 97-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വലില്ലാഹി അലൻ നാസി ഹിജ്ജുൽ ബൈത്തി മിനസ്തതാഅ ഇലൈഹി സബീല. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. വലില്ലാഹി അലൻ നാസ്, മനുഷ്യന്മാരുടെ മേലുള്ള ബാധ്യതയാകുന്നു. അപ്പം ആർക്കൊക്കെ ആ യാത്ര എടുക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, അവൻ ഹജ്ജ് ചെയ്യണം. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. കാരണം ഒരു വ്യക്തി ഇനി
എത്ര വലിയ കർമ്മം ചെയ്തു കഴിഞ്ഞാലും, എത്ര പ്രയാസമേറിയ, എത്ര ദൈർഘ്യമേറിയ കർമ്മം ചെയ്തു കഴിഞ്ഞാലും അത് അള്ളാഹ്ക്ക് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കൂല അല്ലെ. ഒരാളുടെ കർമ്മം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 കണ്ടീഷൻസ് ആണ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇഖ്ലാസ്, അതായത് നിയ്യത്ത് അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളത്. 2, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച രീതിയിലായിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിനി എത്ര വലിയ കടമ്പ കടന്നു എന്ന് കഴിഞ്ഞാൽ, ഇത്ര വലിയ സംഭവമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല എന്നുണ്ടെങ്കിൽ അത് സ്വീകാര്യമായിരിക്കില്ല. നമ്മൾ ഭയങ്കര വലിയ നഷ്ടക്കാരായി പോകും. അപ്പൊ അതിമുൽ ഹജ്ജ് വൽ ഉംറത ലില്ലാഹ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതുവരെ ഉള്ളതിൽ നിന്ന്, ഒന്ന് ഹജ്ജും ഉംറയും പരിപൂർണമായിട്ട് നിർവഹിക്കുക, അതിനകത്തുള്ള ഒരു റിച്വൽ പോലും, ഒരു ആചാരം അല്ലെങ്കിൽ ആരാധനാ കർമ്മം പോലും ഒഴിവാക്കാതെ പരിപൂർണമായി നിർവഹിക്കുക. 2, അത് അള്ളാഹ്ക്ക് വേണ്ടി, ലില്ലാഹ് അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കുക. ഓക്കെ, കാരണം നമ്മൾ നോമ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, വലി തുഖ്മിലുൽ ഇദ്ദത, നിങ്ങൾ അതിന്റെ എണ്ണം പൂർത്തിയാക്കുക, അല്ലാണ്ട് പകുതി വഴിയിലിട്ട് പോക്കല്ല അല്ലെ, മുഴുവനാക്കാതെ പോക്കല്ല. അതേപോലെ ഹജ്ജിനും ഉംറയ്ക്കും നിങ്ങൾ നിയത്ത് വെച്ച് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഇതൊക്കെ എന്താണ്, ഇബാദത്തുകളാണ്. നമ്മൾ കെയർ ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യും അല്ലെ. നമ്മൾ അഥവാ എന്തെങ്കിലും തുടങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, വലിയ നിർബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പല ഉത്തരവാദിത്തങ്ങളും അല്ലെ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യലാണെങ്കിലും വീട് ക്ലീൻ ചെയ്യലാണെങ്കിലും, ഇനി വീട്ടിൽ ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യലാണെങ്കിലും, ഇനി ഒരു ഇസ്ലാമിക് ഒരു മീറ്റപ്പ് അല്ലെ, നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ഒരു മീറ്റപ്പ് ഒക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യുക, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കെയർ ചെയ്യാത്ത, നമുക്ക് വലിയ സീരിയസ് അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പകുതി വഴിയിൽ വിട്ടേക്ക്. ഇപ്പൊ നമ്മൾ മോനോ മോളോ ഒരു കോഴ്സ് എടുത്ത് അത് കംപ്ലീറ്റ് ആക്കുന്നില്ല, പകുതി വഴിയിൽ ഇട്ടച്ചു പോവാ, അവനത് വലിയ വിഷയമല്ല അല്ലെ, അവൻ കെയർ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച്. അതേപോലെ ഹസ്ബൻഡ് ചെയ്യുന്ന ബിസിനസ് മൂപ്പരോ ഒക്കെ ഒരു മാസം ചെയ്ത് ഇനി എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടച്ചു പോവാ, അതെന്താണ്? ഇതൊക്കെ സില്ലി, അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമല്ല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് അല്ലെ, അത് നമ്മൾ സീരിയസ് ആക്കി എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ സീരിയസ് ആക്കി എടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കും. നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, അതായത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്നാ. പക്ഷെ ഇവിടെ പ്രത്യേകം ഹജ്ജും ഉംറയും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്കാണ്, ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം റെസ്പെക്ട് അർഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിന്റെ മുമ്പിൽ സില്ലിയാണ് അല്ലെ, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഹജ്ജിന്റെ ഉംറയുടെ മുമ്പിൽ സില്ലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം റെസ്പെക്ട് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇത് പറയുമ്പോൾ ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന ഏതൊരു നല്ല കാര്യങ്ങളും, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന ഏതൊരു കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. തടസ്സങ്ങൾ വരും, പക്ഷെ നമ്മൾ കെയർലെസ്നെസ് കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, താല്പര്യമില്ലായ്മ കൊണ്ട് നമ്മൾ പകുതി വഴിയിൽ നിർത്തിപ്പോകരുത്. ഓക്കെ. പക്ഷേ ഒരാള് ഹജ്ജിന് പുറപ്പെട്ടു അല്ലെങ്കിൽ ഉംറക്ക് പുറപ്പെട്ടു, പക്ഷെ ഒരു സിറ്റുവേഷൻ വരാണ് അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ. അങ്ങനെ വരുമ്പം എന്ത് ചെയ്യും? കാരണം നമ്മുടെ ദീൻ നമുക്കറിയാം പ്രാക്ടിക്കലാണ് അല്ലെ, നമ്മളെ മേല് പ്രയാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല. എന്തെങ്കിലും ഓരോ സിറ്റുവേഷൻ വരുമ്പം അതിന് നമുക്ക് വേറെ വേറെ റൂൾസ് ഉണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ ഈ ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് അല്ലെ. ഫഇൻ, അങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഉഹ്സിർതും, നിങ്ങൾ എന്താണ് പരിമിതപ്പെടുകയാണ് അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു റെസ്ട്രിക്ഷൻ, തടസ്സം ഉണ്ടാവുകയാണ്. ഉഹ്സിർതും, ഹ സ്വാദ് റ, ഹസ്ർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ചുറ്റപ്പെടുക, വലയപ്പെടുന്നതിനാണ് ഹസ്ർ എന്ന് പറയുന്നത്. ഓക്കെ. ആ ഒരു ചുറ്റൽ കാരണം നമുക്ക് അതിന്റെ പുറത്തേക്ക് പോകാൻ പറ്റാതെ നമ്മളിങ്ങനെ പരിമിതപ്പെടുത്തണം, ഒരു വലയത്തിനുള്ളിൽ പരിമിതപ്പെടുക, അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ എന്തോ ഒരു തരത്തിലുള്ള കൺട്രോൾ നമ്മളെ മേല്, റെസ്ട്രിക്ഷൻ നമ്മളെ മേല് വരാണ്. ഓക്കെ. അപ്പം ഉഹ്സിർത്തും, നിങ്ങൾ ഈ ഒരു യാത്ര ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി നിയത്ത് വെച്ച് ഇറങ്ങി, ഓക്കെ, പക്ഷേ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഹസ്ർ, ഒരു പ്രയാസം, ഒരു റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ആ റെസ്ട്രിക്ഷൻ വരും? ജസ്റ്റ് 2-3 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കാരണം ഇപ്പൊ ഒരാള് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, അവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ എത്തി നോക്കാം, ജിദ്ദയിൽ ഇറങ്ങി നോക്കാം. അപ്പം അവിടെ നമുക്ക് ഇമിഗ്രേഷനിൽ അല്ലെ അവര് വിസ ചെക്ക് ചെയ്യാണ്. അപ്പം അവര് പറയണ ഇമിഗ്രേഷൻ ഇല്ല, ഈ വിസ വെച്ചിട്ട് നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റൂല, ഈ വിസ വാലിഡ് അല്ല എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്.
നമ്മൾ പറയുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ, നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നു. പക്ഷെ അവർ പറയുന്നത് എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഈ വിസ വെച്ചിട്ട് നിങ്ങൾക്ക് ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് പ്രവേശിക്കാൻ പറ്റൂല. നമ്മൾ അങ്ങോട്ട് പലതും പറഞ്ഞു നോക്കുന്നുണ്ട്, പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്, അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം അവർ വിസയ്ക്ക് ക്യാൻസൽ സ്റ്റാമ്പ് അടിച്ചു. നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല അല്ലെ, തിരിച്ചു വരാന്നല്ലാണ്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാന്നല്ലാതെ. അപ്പം ഉഹ്സ്വിർത്തും നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ പരിമിതപ്പെടുകയാണ്. എന്ത് റീസൺ ആയിക്കോട്ടെ, നമുക്ക് ആ യാത്ര നമ്മൾ നീയത്ത് വെച്ചിട്ട് അല്ലെ എഹ്റാമിലൊക്കെ പ്രവേശിച്ചിട്ട് തുടങ്ങിയ ആ ഒരു യാത്ര നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം വരാണ്. ഇനി വേറൊരു ഉദാഹരണം, ഇതേപോലെ പുറപ്പെട്ടു, യാത്രയൊക്കെ തുടങ്ങി, ഈവൻ ഹജ്ജും തുടങ്ങി. പക്ഷെ ഒരു പകുതി വഴിയിലെത്തിയിട്ട് അല്ലെങ്കിൽ മീനായിലെത്തിയിട്ട് അല്ലെങ്കിൽ മുസ്ദലിഫയിലെത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ഭയങ്കര അതിതീവ്രമായ എന്തെങ്കിലും ഒരു രോഗം വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റാക്ക് വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, അതുപോലെ എന്തെങ്കിലും ഒരു രോഗം വരാന്ന് വെച്ചോ, ആളുടെ കൺട്രോളിലുള്ള കാര്യമല്ല അല്ലെ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. അപ്പം ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഉഹ്സ്വിർത്തും എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണം, ഒരാൾ ഇതേപോലെ ഹജ്ജിന് പുറപ്പെട്ടു. സ്വാഭാവികമായി നമ്മളൊക്കെ പോകുമ്പോൾ ഹജ്ജിന്റെ ദിവസങ്ങളെക്കാളും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ മുമ്പേ അല്ലെങ്കിൽ കുറച്ച് അധികം സമയം മുമ്പേ നമ്മൾ അവിടെ എത്തും അല്ലെ. അപ്പം ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ നിന്ന് ഒരു കോള് വരികയാണ്, ഉമ്മ ഭയങ്കര തീവ്രമായിട്ട് എന്തോ രോഗത്തിലാണ്, ഉമ്മക്ക് കാണണം, അപ്പൊ നീ വന്നേ മതിയാവും എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കട്ടെ അതുപോലുള്ള സാഹചര്യങ്ങളെ തൊട്ട്. അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാതെ രക്ഷയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം തിരിച്ചു പോവാണ്, ഹജ്ജ് കംപ്ലീറ്റ് ആയിട്ട് നിർവഹിക്കാൻ പറ്റാതെ. അപ്പം ഇതുപോലെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇൻ ഉഹ്സ്വിർത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഡിസ്കണ്ടിന്യൂ ചെയ്യണം അല്ലെ. പിന്നെ ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, ഹജ്ജ് ആണെങ്കിലും ഉംറയാണെങ്കിലും. കാരണം സാഹചര്യങ്ങൾ കാരണം ലിമിറ്റഡ് ആണ്. ഹസ്ർ നമ്മുടെ ചുറ്റുപാടും ഒരു ബൗണ്ടറി വരാണ് അല്ലെ, നമുക്കത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പം എന്ത് ചെയ്യണം? ആൾക്ക് പെട്ടെന്ന് അല്ലെ നമുക്ക് എന്താണ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. പക്ഷെ അങ്ങനെ കാരണം നമ്മൾ നിയത്ത് വെക്കാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റുമോ? കാരണം നമുക്കറിയാം ഹജ്ജിനും ഉംറയ്ക്കും പ്രവേശിക്കുക, നിയത്ത് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇഹ്റാമോട് കൂടിയാണ് അല്ലെ. അങ്ങനെ അപ്പം ഇഹ്റാമിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് വരാൻ പറ്റുമോ? പറ്റൂല. ശരിക്കും ഇഹ്റാമിന്റെ നിയമപ്രകാരം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ, ഹജ്ജിനാണെങ്കിൽ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്കാണെങ്കിൽ ഉംറയ്ക്ക്, അതിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം മാത്രമേ ഇഹ്റാമിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. ജസ്റ്റ് വെറുതെ അങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റൂല. കാരണം ഹജ്ജിനാണെങ്കിലും ഉംറയ്ക്കാണെങ്കിലും അതിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. രണ്ടിൻ്റെതായ നിയമങ്ങളുണ്ട് ഇഹ്റാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഉഹ്സ്വിർത്തും എന്നുള്ള സാഹചര്യം, ഒരു ഹസ്റു വന്നു, അതിന് അയാൾക്ക് അയാളുടെ കൺട്രോൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ കാരണം അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. അപ്പം അയാൾ എന്ത് ചെയ്യും? അയാള് എന്താണ്, അയാളുടെ സാഹചര്യങ്ങൾക്ക് അയാൾ ചില കാര്യങ്ങൾ എന്താണ് അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെ, പ്രായശ്ചിത്തമായിട്ട് അയാൾ ചിലത് ചെയ്യണം. അല്ലെങ്കിൽ അപ്പം ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാൻ ചില കണ്ടീഷൻ ഉണ്ട്. അയാൾ എന്താണ്, ഒരു ബലിമൃഗത്തെ കൊടുക്കണം. ഫമസ്തൈസറ, ഫമ അപ്പോൾ, ഓക്കെ, യാതൊന്നിനെ, ഇസ്തൈസറ സീൻ റോ യുസ്ർ, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം അല്ലെ. സോ എളുപ്പത്തിൽ കിട്ടുന്ന ഏതെങ്കിലും ഒന്നിന്, ഓക്കെ, എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനെ, മിനൽ ഹദിയെ, ഒരു ബലിമൃഗം അല്ലെ, ഒരു ബലിമൃഗത്തിൽ നിന്ന്. അപ്പം ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? ഒരു ബലിമൃഗത്തിന് ബലി കൊടുക്കണം. ഏതാണോ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബലിമൃഗത്തിന് അയാൾ ബലി കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും അതായത് നമ്മൾ പറഞ്ഞു ഹജ്ജും ഉംറയും പൂർത്തിയാക്കാൻ ഇതുപോലെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാനുള്ള കണ്ടീഷനാണ് അയാൾ എന്ത് ചെയ്യണം? ഒരു ബലിമൃഗത്തെ ബലി കൊടുക്കണം. അയാൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ബലിമൃഗം. ഹദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ ദാൽ യ, ഓക്കെ, ബലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ്. അപ്പം ആളുകൾ വിചാരിക്കും, ഇപ്പം ഇതിപ്പോ എന്തിനാ ഇങ്ങനെ അല്ലെ, ഒരു അപ്പൊ ബലി ചെയ്തിട്ട് എന്താ കാര്യം? ഹജ്ജിനും ഉംറയ്ക്കും പോയതല്ലേ. പക്ഷെ ആ ഒരു ബലി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിംബോളിക്, പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നതാണ്. അതായത് അള്ളാഹ്ക്ക് വേണ്ടി എന്തും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരമുള്ള ഹജ്ജിനും ഉംറയ്ക്കും നമ്മൾ ഇറങ്ങി, പക്ഷെ മുഴുവനാക്കാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു കർമ്മം മാത്രമാണ് അവിടെ ബലി. ഓക്കെ, അപ്പൊ ഫമസ്തൈസറ മിനൽ ഹദി. ഹദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം റൂട്ട് ഹ ദാൽ യ അല്ലെ, ഹിദായയുടെ സെയിം റൂട്ടാണ് ഇവിടെ ഹദീനുള്ളത്. അതായത് ഒരു ബലിമൃഗം എന്ന് അർത്ഥമാക്കുന്ന വാക്കാണ് ഹദീ. അപ്പം എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ നമ്മൾക്ക് കണക്ഷൻ, ഹിദായത്തും ഹദിയും? സുബ്ഹാനല്ലാഹ്.
ഈ ഒരു വാക്കിന്റെ അർത്ഥം ഹുദ അല്ലെങ്കിൽ ഹിദായ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിനാണ് ഹദി അല്ലെങ്കിൽ ഹിദായ എന്ന് പറയുന്നത്. അപ്പം ഈ ബലിമൃഗം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഹജ്ജിന്റെ ഉംറയുടെ സാഹചര്യത്തിലെ ബലിമൃഗം എന്ന് പറയുന്നത് ഹെറമിന്റെ പുറത്തു നിന്ന് ഹെറമിലേക്ക് കൊണ്ടുവരപ്പെടുന്ന മൃഗമാണ്. പലപ്പോഴും പണ്ടത്തെ സാഹചര്യങ്ങളിലൊക്കെ ആളുകൾ വരുമ്പോൾ കൊണ്ടുവരും, അവർ ബലി ചെയ്യാനുള്ള മൃഗത്തെ, അതൊരു ആടാണെങ്കിലും ഒട്ടകമാണെങ്കിലും എന്തിനാണോ അവർ ബലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ അതിനെയും കൊണ്ടാണ് അവർ വരിക. ഓക്കെ, എന്നിട്ട് ഹെറമിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മഹിൽ, ഓക്കെ, അതിനെ ബലി ചെയ്യുന്ന സ്ഥലത്തിന് മഹിൽ എന്ന് പറയും, മഹിലിലേക്ക് നമുക്ക് വരാം, അവിടെ വെച്ചിട്ടാണ് അതിന് ബലി നൽകുക. അപ്പം അതുപോലെ ഹെറമിന്റെ പുറത്തു നിന്ന് ഹെറമിലേക്ക് കൊണ്ടുവരുന്നത്, അത് വേറൊരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഹദി എന്ന് പറയുന്നത്. ഹിദായ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ആണ്, അല്ലെ? നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോവാണ്. നമ്മൾ പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറെ മാറ്റങ്ങൾ വന്ന് സിയും ഡിയും ഇയു എഫും ഒക്കെ കഴിഞ്ഞ് ജയിലും കെയിലും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോവാണ് ഹിദായത്ത് കിട്ടുമ്പോൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതല്ല ഹിദായത്ത്, നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെ? പലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, എനിക്ക് ശരിക്കും ഹിദായത്ത് ഉണ്ടോ, ഞാൻ ശരിക്കും ഹിദായത്തിലാണോ, അല്ലെ? അപ്പൊ നമ്മൾ അത് എങ്ങനെയാ ചെക്ക് ചെയ്യുക? നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? മുമ്പത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ വ്യത്യാസമുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്റെ നമസ്കാരത്തിന് ഒരിത്തിരിയെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? എന്റെ ഹൃദയത്തിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? എന്റെ ചിന്തകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ? എന്റെ ദിക്റിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? എന്റെ ഹാബിറ്റുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ, അല്ലെ? അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോംഡ് ആയോ, അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് എയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് പോയിന്റ് ബിയിലേക്കെങ്കിലും എത്തിയോ എന്ന് നോക്കുന്നത്. അതാണ് നമുക്ക് ഹിദായത്ത് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഹിദായത്തിലാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള പോക്ക് അല്ലെങ്കിൽ മാറ്റം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു സൈഡ് നോട്ട് പറയാണ്, അത് നമുക്ക് ഹിദായത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എത്രത്തോളം ഇസ്ലാമിക് ഡിഗ്രീന്റെ മേലെ ഡിഗ്രിയും നമ്മുടെ പേരിന് അപ്പുറത്ത് കുറെ വാലുകളും നേടി എന്നുള്ളതല്ല നമ്മളുടെ ഹിദായത്ത്. ഓക്കെ, നമ്മുടെ ഹിദായത്ത് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വ്യത്യാസങ്ങൾ വന്നു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, ആളുകളുമായിട്ടുള്ള ഡീലിംഗിൽ, അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഈവൻ നമ്മുടെ ഡേ ടു ഡേ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു. അതാണ് ഹിദായത്ത്. അല്ലാതെ ആ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഞാൻ ഇത്രയധികം കാര്യങ്ങൾ പഠിച്ചു, ഇത്രയധികം ഡിഗ്രീസ് എടുത്തു എന്നുള്ളത് ഹിദായത്തിന്റെ ക്വാളിഫിക്കേഷൻ അല്ല. അത് തന്നെ ആയിരിക്കണം. നമുക്കിപ്പോ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ചോ, പഠിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമികമായിട്ട് തന്നെ പഠിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ചോ, എല്ലാം മാഷാഅല്ലാഹ് ഓതന്റിക് ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള പഠനങ്ങളും ആണെന്ന് വെച്ചോ. പക്ഷെ അതിൽ ഏത് തെരഞ്ഞെടുക്കണം നിങ്ങളുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കാൻ നമ്മുടെ ഹിദായത്തുൽ ഇൽമി എന്തിനു വേണ്ടിയിട്ടുള്ള, നമുക്ക് ഹിദായത്തുൽ അമലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെ? നമ്മൾ ഇസ്ലാമികമായിട്ട് നേടുന്ന എല്ലാ ഇൽമുകളും അമലാക്കി മാറ്റാനുള്ളതാ. അപ്പം ഇതിനകത്ത് ഏത് കോഴ്സാണ് എനിക്ക് പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോവാൻ, അല്ലെ, ഹിദായിലായിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക, അതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ഓക്കെ, അല്ലാതെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ ഡിഗ്രി കിട്ടും എന്നുള്ളത് ആവരുത്. ഞാൻ ഇസ്ലാമികമായ കോണ്ടെക്സ്റ്റ് മാത്രമേ പറയുന്നത് കേട്ടോ. ഐഹികമായ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പേര് കിട്ടാനോ ഉള്ള സാധ്യതയേ ഉള്ളൂ. പക്ഷേ ഇസ്ലാമികമായ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്ത്, ഓക്കെ, അത് ഇസ്ലാമികമായ വിദ്യാഭ്യാസവും നമുക്ക് ഐഹികമായ കാര്യങ്ങൾക്ക് വേണ്ടി ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊക്കെ യൂസ് ചെയ്യാം, അത് വേറെ. ഞാൻ അല്ലാത്ത രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മുമ്പിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഇസ്ലാമികമായ വിദ്യാഭ്യാസത്തിനുണ്ടെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയൻ എന്തായിരിക്കണം? നമുക്ക് ഹിദായത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് എനിക്ക് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് പോവാൻ ഹെൽപ്പ് ചെയ്യുന്ന വിദ്യാഭ്യാസം ഇതിനകത്ത് ഏതാണുള്ളത്, അതായിരിക്കണം ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹദി എന്ന് പറഞ്ഞു, അല്ലെ? ഹദി എന്ന് പറയുന്നത് ബലിമൃഗമാണ്. അതിന് ഹദി എന്നുള്ള ഹിദായ എന്നുള്ള സെയിം റൂട്ടിൽ നിന്ന് പേര് വരാൻ കാരണം എന്താണ്? ആ ബലിമൃഗത്തിനെ എവിടോ നിന്നോ കൊണ്ടുവന്നിട്ട് ഹറമിൽ വെച്ചിട്ടാണ് ബലി ചെയ്യുന്നത്, അല്ലെ? ഹറമിന്റെ അല്ലെ, അവിടെ ഒരു ചില ഇതുണ്ട്, ആ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ പ്ലേസിൽ വെച്ചിട്ട് ബലി ചെയ്യുന്നത് കൊണ്ടാണ്, ഈ പറഞ്ഞ പോലെ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ബലിമൃഗത്തിന് ഹദി എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റില്, ഹജ്ജിന്റെ കോണ്ടെക്സ്റ്റില് ഫമസ്തൈസറ മിനൽ ഹദി. ഓക്കെ,
അപ്പം ഹജ്ജും ഉംറയും നമ്മൾ നിയത്ത് വെച്ചു, തുടങ്ങി, ഇഹ്റാമിൽ പ്രവേശിച്ചു. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പല കാരണങ്ങളും, പല ഹസ്റുകൾ ഉള്ളത് കാരണം നമുക്ക് സാധിച്ചില്ല. അപ്പൊ നമുക്ക് എന്താണ്, അതിനൊരു പ്രായശ്ചിത്തം വേണം. എന്താണ് അത്? ഒരു ബലിമൃഗത്തിനെ കൊടുക്കണം. ഏത് ബലിമൃഗത്തിനെയാ കൊടുക്കേണ്ടത്? ആനേനെയാണോ? അല്ല, അല്ലെ? നമുക്ക് ഹജ്ജിന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ബലി കൊടുക്കാൻ പറ്റുന്നത് ഒട്ടകം, അല്ലെങ്കിൽ ആട്, അല്ലെങ്കിൽ ചെമ്മരിയാട്, അല്ലെങ്കിൽ പശു, അങ്ങനെ അതുപോലെയുള്ള മൃഗങ്ങളാണ്. എന്താണോ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അയാളുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് അയാൾക്ക് അപ്പം എന്താണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, എന്താണോ അപ്പം എളുപ്പത്തിൽ കിട്ടുന്നത്, അതാണ് ഫമസ്തൈസറ മിനൽ ഹദിയ. പക്ഷെ ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബലി ചെയ്താൽ മാത്രം പോരാ, ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണ്? നമ്മളുടെ മുടി, അല്ലെ, തല മുണ്ടനം ചെയ്യുക. സ്ത്രീകൾക്കാണെങ്കിൽ നമുക്കറിയാം ട്രിം ചെയ്യുക, ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നുള്ളത്. അപ്പം ഇതും കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, വലാ തുഹ്ലിഖു, തുഹ്ലിഖു, ഹ ലാം കാഫ് ഖാഫ്. ഓക്കെ, ഹ ലാം ഖാഫ്. ഹൽഖ്, ഹൽഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്വ് ചെയ്ത് കളയാം, കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയാം. ഖസ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടൻ ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. അപ്പം വലാ തുഹ്ലിഖു, നിങ്ങൾ ഷെയ്വ് ചെയ്യരുത്. ഓക്കെ, നമുക്കറിയാം സ്ത്രീകളുടെ കോണ്ടക്സ്റ്റിലാകുമ്പോൾ ഷെയ്വിങ് അല്ല എന്നുള്ളത് നമുക്കറിയാം. റൂസക്കും, നിങ്ങളുടെ തലകൾ. ഓക്കെ, റൂസ് റാസിന്റെ പ്ലൂറൽ ആണ്. നിങ്ങളുടെ തല ഷെയ്വ് ചെയ്യരുത്. അതായത് നിങ്ങൾ നിങ്ങളുടെ മുടികൾ കട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഷേവ് ചെയ്യരുത്. എവിടെ വരെ? ഹത്ത വരെ, യബ്ലുഗ, എത്തുക. ഓക്കെ, ഒരു സ്ഥലത്ത് എത്തുന്നതിനാണ് ലാം ഐൻ, എത്തുക. അൽ ഹദിയ, ഈ ബലിമൃഗം എവിടെ? മഹില്ലഹു, അതിനെ അറക്കുന്ന, അല്ലെ, അതിന്റെ സിബഹ് നടത്തുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ. അപ്പം നിങ്ങൾ ഈ ബലിമൃഗം ഹദിയ മഹില്ലിൽ, അതിന്റെ മഹില്ലിൽ എത്തുന്നത് വരെ നിങ്ങൾ എന്താക്കരുത്? മുടി ഷേവ് ചെയ്ത് കളയരുത്. അപ്പം സാക്രിഫൈസ് ചെയ്യണം, അല്ലെ, ബലി ചെയ്യണം. പക്ഷെ ബലി ചെയ്തതിന് ശേഷം മാത്രമേ ട്രിം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഹെയർ, മുടി ഷേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരാൾ ഇഹ്റാമിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പം ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിയത്ത് വെച്ച് ഇഹ്റാമിൽ കയറി കഴിഞ്ഞ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് നിർത്തുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ബലി അറക്കണം. 2, നമ്മൾ ഹെയർ ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ മുടി ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ ട്രിം ചെയ്യണം. പക്ഷേ ഈ ബലിമൃഗം അതിന്റെ മഹലിൽ, അറവ് സ്ഥലത്ത് എത്തുന്നത് വരെ നമ്മൾ ട്രിം ചെയ്യാൻ പറ്റൂല. ഓക്കെ, അത് ഈ 2 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, ഒഫീഷ്യലി ഹജ്ജിൽ നിന്ന്, അല്ലെ, ഇഹ്റാമിൽ നിന്ന് പുറത്തേക്ക് കടന്നു. കാരണം നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാരണങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിമൂലെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ മേൽ തെറ്റില്ല, ഈ കാരണങ്ങൾ, ഈ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തിട്ട്. മഹിൽ എന്ന് പറയുന്നത് ഹ ലാം ലാം, ഹലാൽ. ഓക്കെ, ഹലാൽ സെയിം വാക്കിൽ നിന്ന് തന്നെയാണ് ഉള്ളത്. ഹലാൽ എന്ന് വെച്ചാൽ അനുവദനീയം. അപ്പൊ മഹിൽ എന്ന് പറഞ്ഞത് ഒരു മൃഗത്തിനെ ഹലാൽ ആക്കുന്ന സ്ഥലം. ഓക്കെ, മൃഗത്തിനെ അറുത്തിട്ട്, അല്ലെ, ഹലാലായ രീതിയിൽ അറുത്തിട്ട് അത് ഭക്ഷ്യയോഗ്യമാവാണല്ലോ അവിടെ വെച്ചിട്ട്. അപ്പം അതുപോലെ ഒരു മൃഗത്തിന് ഹലാൽ ആക്കപ്പെടുന്ന സ്ഥലമാണ് മഹില്ല. ഓക്കെ, ഇവിടെ ഈ കേസിൽ ഈ മഹില്ല എവിടെയാണ്? ഹറമിലാണ്. ഓക്കെ, ഹറമിന്റെ പരിസരങ്ങളിലാണ് ഇവിടെ ഹദീനെ കൊണ്ടുവരേണ്ടതും ബലി ചെയ്യേണ്ടതും. ഇനി സപ്പോസ് ഒരാൾക്ക് ഈ ബലിമൃഗത്തിന്, ഹദീനെ, ഹറമിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ, ചില കാരണങ്ങൾ. കാരണം ഇവിടെ ബലി കൊടുക്കേണ്ടത് ഹറമിലാണെന്ന് പറഞ്ഞല്ലോ, അല്ലെ? അപ്പൊ ചില കാരണങ്ങളാൽ ഹറമിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് വെക്കാം ഹദീനെ. അപ്പം എന്ത് ചെയ്യും? ഒരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 6-ാം വർഷമാണ് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്, അല്ലെ? ആ സമയത്ത് നമുക്കറിയാം മുശ്രിക്കുകളും മുസ്ലിങ്ങളും യുദ്ധത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ അവര് പറഞ്ഞു, സമ്മതിക്കൂല, അല്ലെ, ഇങ്ങോട്ട് അടുപ്പിക്കൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങളെങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂല, ഉംറയും ചെയ്യാൻ പറ്റൂല. അവർ മുസ്ലിംസിനെ തടയാണ്. പിന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ അയച്ചും സംസാരിച്ചും ഒക്കെ ചെയ്തിട്ട് അവസാനം തീരുമാനിക്കും, ഇക്കൊല്ലം നടക്കൂല, അടുത്ത കൊല്ലം, അല്ലെ, അടുത്ത കൊല്ലം വരാം. ആ ഒരു സമയത്താണ് ഹുദൈബിയ സന്ധിയൊക്കെ സൈൻ ചെയ്യുന്നത്, പിറ്റത്തെ കൊല്ലം. അപ്പൊ മുസ്ലിങ്ങളാണെങ്കിൽ ഓൾറെഡി ഇഹ്റാമിൽ പ്രവേശിച്ചും പോയി. അവര് ഈ പറഞ്ഞ പോലെ ബലിമൃഗത്തിനെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞല്ലോ, ബലിമൃഗത്തിനെ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. നമുക്കൊന്നും അതിന് പറ്റാത്തത് കൊണ്ടാണ്, നമ്മുടെ സിറ്റുവേഷൻസ് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ, അല്ലെ? ഫ്ലൈറ്റിലൊന്നും നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പം അവര് ബലിമൃഗത്തിനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അവര് പ്രവേശിച്ചിട്ടില്ല, അവർ ഇഹ്റാമിലായി പോവുകയും ചെയ്തു. എന്നാൽ മുശ്രിക്കുകൾ അവരെ സമ്മതിക്കുന്നുമില്ല കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർക്ക് ഇഹ്റാമിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ബലി ചെയ്യണം, അല്ലെ? ഈ ഹദീനെ എവിടെ ബലി ചെയ്യണം? ഹറമിൽ ബലി ചെയ്യണം. സമ്മതിക്കോ മുശ്രിക്കുകള്? അവര് സമ്മതിക്കൂല, അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അവരെവിടെയാണോ അവിടെ വെച്ച് തന്നെ ബലി കൊടുത്തു. സുബ്ഹാനല്ലാഹ്.
അപ്പം അവരുടെ മഹിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഹദീന് ബലിമൃഗത്തിന് ഹജ്ജിന്റെ കാര്യത്തിൽ ഉംറയുടെ കാര്യത്തിൽ ഹദീന് ബലി കൊടുക്കുന്ന സ്ഥലം അതിന്റെ മഹിൽ എന്ന് പറയുന്നത് ഹെറമാണ്. പക്ഷെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊരു തരത്തിൽ കൺട്രോൾ ഇല്ലാത്ത നമുക്കൊരു തരത്തിലും ഹെറമിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എവിടെയാണോ ആ മൃഗം ഉള്ളത് അവിടെ വെച്ചിട്ട് അതിനെ ബലി കൊടുക്കാം. പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം. ഓക്കെ. എന്നിട്ട് അതിനുശേഷം വ്യക്തിക്ക് മുടി കളയോ കട്ട് ചെയ്യുകയോ കളയോ ചെയ്തു കഴിഞ്ഞാൽ ഒഫീഷ്യലി ഇഹ്റാമിൽ നിന്ന് അയാൾ ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇഹ്റാമിൽ നിന്ന് പുറത്തു കടന്നു. ഇനി വേറൊരു സിറ്റുവേഷൻ, ഒരാള് ഉംറയ്ക്കും ഹജ്ജിനും പുറപ്പെട്ടു നോക്കാം. ഇതേപോലെ നിയത്തൊക്കെ വെച്ച് ഇഹ്റാമിലൊക്കെ പ്രവേശിച്ച് പുറപ്പെട്ടു. ഫമൻകാനമിങ്കും, അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നു മരീദൻ, മീം റോ ദാദ്, രോഗി, അതിഭയങ്കരമായ എന്തെങ്കിലും രോഗം, ഔ ബിഹി, ഓക്കെ, അല്ലെങ്കിൽ അവൻ എന്താണ്, ഒരു മുറിവ്, ഒരു ഇഞ്ചുറി ഉണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പെയിൻ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയാസം, മിർ സിഹി, അവന്റെ തലയിൽ നിന്ന്. ഓക്കെ, അവൻ ഹംസ ദാൽ യ, അതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെയിന് അല്ലെങ്കിൽ ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു അപകടം, അതായത് ഏതെങ്കിലും രീതിയിൽ ജീവനുള്ള ഒരു വസ്തുവിന്, അത് മൃഗമോ മനുഷ്യനോ ആവാം, എന്തെങ്കിലും രീതിയിലുള്ള ഒരു പെയിൻ അനുഭവപ്പെടുന്നതിനാണ് അവൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മരത്തിന് കട്ട് ചെയ്യുമ്പോൾ അതിന് വേദന ആവുന്ന ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. പക്ഷെ ഒരു മൃഗത്തിനാണെങ്കിൽ അതിന് വേദന ഉണ്ടാവും, അതുപോലെ മനുഷ്യർക്കാണെങ്കിലും അതിന് വേദന ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ, മിർ റഅസിഹി, അവന്റെ തലയിൽ. സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് ഇതേപോലെ ഇഹ്റാമിൽ പ്രവേശിച്ചു, പക്ഷെ സിവിയർ ആയിട്ട് എന്തെങ്കിലും ഒരു വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് അതിഭയങ്കരമായ എന്തെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറി, ഓക്കെ, തലയ്ക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റി, ഓക്കെ, ഓപ്പറേഷൻ ചെയ്യണം, എന്തായാലും സ്റ്റിച്ച് ചെയ്യണം അല്ലെ. അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുടി കളയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ഇയാള് ഉംറയിൽ പ്രവേശിക്കുകയും ചെയ്തു, അല്ല ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തു, പക്ഷെ മുടി ഓൾറെഡി കളയേണ്ട ഒരു സാഹചര്യം. നമ്മൾ പറഞ്ഞു, നമ്മൾ ഈവൻ അതിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ പോലും ബലിമൃഗത്തിന് ബലി കൊടുത്തതിന് ശേഷമേ മുടി കളയാൻ പറ്റുള്ളൂ എന്നല്ലേ. പക്ഷെ ഇയാളുടെ സിറ്റുവേഷൻ എന്താ, എന്തെങ്കിലും പ്രത്യേകമായുള്ള ഒരു രോഗമുണ്ട്, അത് കാരണം മുടി കളയേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താ ചെയ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഫിദിയത്തുൻ, അവൻ ഫിദിയ കൊടുക്കുക. നമുക്കറിയാം അല്ലെ. അപ്പം ഞാൻ ഇഹ്റാമിലാണല്ലോ, ഞാൻ ഇനി അഥവാ പുറത്തു പോവുകയാണെങ്കിലും, ഞാൻ ഇഹ്റാമിൽ നിന്ന് പുറത്ത് കിടക്കുകയാണെങ്കിലും ഞാൻ ബലി കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത്തരം പ്രയാസമേറിയ സാഹചര്യത്തിൽ എന്റെ മുടി കളയാൻ പറ്റൂല എന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പറയാൻ പറ്റൂല അല്ലെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം, തലയിൽ എന്തെങ്കിലും ചൊറി ചിരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മുടി കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇഹ്റാമിൽ പ്രവേശിച്ചു പോയി മുടി കളയൂല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അപ്പം മുടി കളയാം, ഓക്കെ, ആ രോഗത്തിന്റെ കാരണം. പക്ഷേ എന്ത് ചെയ്യണം, ഫിദിയ കൊടുക്കണം അല്ലെ. ഒരു പ്രായശ്ചിത്തം അവിടെ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദീൻ എപ്പോഴും എന്താണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ദീനാണ്. അൽഹംദുലില്ലാഹ്. നമുക്ക് അങ്ങനെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിന് നമുക്കൊരു വേറൊരു റൂൾ ഉണ്ടാവും അല്ലെ. നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ദീനിലുള്ള ഒരു നിയമങ്ങളും, ഓക്കെ, എളുപ്പം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു വയലേഷൻ ഒക്കെ ഇതിന്റെ നിയമത്തിനെതിരെ പോവാണല്ലോ അല്ലെ. ഈ ഒരു സാഹചര്യത്തിൽ അയാൾ ആദ്യമേ മുടി കളഞ്ഞിട്ട് ഒരു നിയമത്തിനെതിരെ പോവാണ്. അപ്പം അയാൾ എന്ത് ചെയ്യണം, ഫിദിയ കൊടുക്കണം. എന്താ ഫിദിയ കൊടുക്കേണ്ടത്, മിൻ സിയാം, നോമ്പിൽ നിന്ന്, ഔ സ്വദഖ, അല്ലെങ്കിൽ സ്വദഖയിൽ നിന്ന്, ഔ നുസുഖ്, ഒരു ബലിയിൽ നിന്ന്. 3 ഓപ്ഷനാണുള്ളത് ഈ കാര്യത്തിൽ ഫിദിയ കൊടുക്കാൻ. ഒന്നെങ്കിൽ നോമ്പെടുക്കാം. എത്ര നോമ്പെടുക്കാം, 3. ഹദീസിൽ നിന്നുള്ള റെഫറൻസസ് ഉണ്ട്. 3 നോമ്പ്, അല്ലെങ്കിൽ സ്വതക്ക എങ്ങനെയാണ്, 6 ആൾക്കാർക്ക് ഭക്ഷണം, ഹാഫ് സാ വെച്ചിട്ട്, ഓക്കെ. അപ്പോൾ 6 പേർക്കുള്ള ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ സാക്രിഫൈസ്, അല്ലെങ്കിൽ ഒരു ബലിമൃഗത്തിന്, നുസുക്ക്, ഓക്കെ, നൂൻ സീൻ കാഫ്, ഒരു മൃഗത്തിന് ബലി കൊടുക്കാം. ഈ 3 ഓപ്ഷൻസ്, ഇതിന്റെ അളവുകൾ ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഒന്നെങ്കിൽ 3 ദിവസം നോമ്പ്, അല്ലെങ്കിൽ 6 പേർക്കുള്ള ഹാഫ് സാ ഭക്ഷണം, അതല്ലെങ്കിൽ ഒരു ബലിമൃഗം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കേസിൽ വലിയ മൃഗങ്ങളൊന്നും, അതായത് പശുവിനെ ഒട്ടകത്തിനെ ഒന്നും കൊടുക്കണമെന്നില്ല. വളരെ ചെറുത്, ഒരു ആടോ ഒരു ചെമ്മരിയാടോ പോലെയുള്ള ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു കാര്യത്തിന് കൊടുത്താൽ മതി. ഓക്കെ. അപ്പം ഇതാണ് അടുത്ത സിറ്റുവേഷൻ. അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു,
പക്ഷെ ഈ രോഗം കാരണം അയാൾക്ക് തുടരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഓക്കെ, എല്ലാ സെക്കൻഡ് സിറ്റുവേഷൻ രോഗം കാരണം അയാൾക്ക് തുടരാൻ പറ്റിയില്ല. അതുകൊണ്ട് അയാൾക്ക് മുടി കളയേണ്ടി വന്നു. ഓക്കെ, നിയമത്തിന് എതിരായിട്ട്. അപ്പം അയാൾ ഫിദിയ കൊടുക്കണം. അങ്ങനെ അയാൾക്ക് ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാം ഫിദിയ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് കേസ് ഉഹ്സിർത്തും, ഏതെങ്കിലും കാരണത്താൽ അവർക്ക് യാത്ര തുടരാൻ പറ്റാത്ത കാരണം. സെക്കൻഡ് കേസ്, അതായത് ഫസ്റ്റ് കേസ് ജനറൽ ആയിരുന്നു, എന്ത് കാരണമാണെങ്കിലും. സെക്കൻഡ് കേസ് സ്പെസിഫിക് ആണ്, അല്ലെ, എന്തെങ്കിലും ഒരു പ്രത്യേക രോഗം അല്ലെങ്കിൽ തലയിലുള്ള ഒരു പ്രത്യേക രോഗം, അത് കാരണം അയാളുടെ മുടി ആദ്യമേ കളയേണ്ടി വന്നു. ആ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനി അടുത്ത സിറ്റുവേഷൻ, ഇതാ അമിൻതും, നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഫഇദ, അപ്പോൾ, ആയാൽ, അമിൻതും ഹംസ മീം നൂൻ, നോർമൽ ആയിട്ട്, സമാധാനമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് സേഫ്റ്റിയും സമാധാനവും ഉണ്ട്, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ കൂളായിട്ട്, ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രയാസങ്ങളും ഇല്ലാണ്ട് ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറയ്ക്കോ പോവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫമൻ തമത്തഅ ബിൽ ഉംറ. ഓക്കെ, ആര് തമത്തഅ, ത ഐൻ മീം ത ഐൻ, സോറി, മീം ത ഐൻ. ഓക്കെ, മതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമാണ്, അല്ലെ, എന്തെങ്കിലും ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പ്രയോജനത്തിനാണ് മതാ എന്ന് പറയുന്നത്. തമത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനം നേടുക, ഒരു പ്രയോജനം ഉപയോഗപ്പെടുത്തുക. അപ്പം എന്ത് പ്രയോജനമാണ് ഇവിടെ പറയുന്നത്? ബിൽ ഉംറ, ഉംറ നിർവഹിക്കാനുള്ള, ഇലൽ ഹജ്ജ്, ഹജ്ജ് വരേക്കും. അപ്പം അയാള് എന്താണ്, എല്ലാം സിറ്റുവേഷനൊക്കെ കാമാണ്, കൂളാണ്. അപ്പം അയാൾ എന്താണ്, ഉംറയുടെ സമയത്ത്, ഹജ്ജിന്റെ സമയത്തിന് ഇടയ്ക്കുള്ള സമയത്ത് ഉംറ നിർവഹിക്കാനുള്ള ഒരു പ്രയോജനം അയാൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അയാൾ ഉപയോഗിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. എന്നാലും ഹജ്ജ് മൂന്ന് തരത്തിലുണ്ട്. ഓക്കെ, അതിന്റെ അർത്ഥം ഹജ്ജിന് ചെയ്യുന്ന കർമ്മങ്ങൾ ഡിഫറെന്റ് ആണെന്നല്ല, പക്ഷെ റിക്വയർമെന്റ്സിലുള്ള വ്യത്യാസം കാരണം മൂന്ന് തരത്തിലാണ് ഹജ്ജ് ഉള്ളത്. ഒന്ന് ഹജ്ജ് തമത്തോ. തമത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പോലെയുള്ള ഔട്ട്സൈഡേഴ്സ്, ഹറമിൽ അല്ലെങ്കിൽ മക്കയിൽ താമസിക്കാത്ത ആളുകൾ വന്നിട്ട്, സുബ്ഹാനല്ലാഹ്, നമുക്ക് പോയി കഴിഞ്ഞ ഉടനെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഉംറ ചെയ്യും, അല്ലെ. ആ ഉംറ ചെയ്യുമ്പോൾ നമ്മൾ ഇഹ്റാമിലായിരിക്കും. എന്നിട്ട് ആ ഉംറ കഴിയുമ്പോൾ നമുക്ക് ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാം. ഉംറയുടെ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ ഉംറയുടെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നമുക്ക് ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാം. എന്നിട്ട് അതിനുശേഷം ഹജ്ജിന്റെ സമയം വരുമ്പോൾ വീണ്ടും നമുക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഹജ്ജ് ചെയ്യാം. അപ്പം ഒരു യാത്ര, രണ്ട് ഇഹ്റാം, രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് കിട്ടുകയാണ്, അല്ലെ. നമ്മൾ ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് പോകുമ്പോൾ അധികം നമ്മൾ ഹജ്ജിന്റെ സമയത്തോട് അടുപ്പിച്ച് അങ്ങനെ ഭയങ്കര മുട്ടിച്ചിട്ടൊന്നുമല്ല പോവുക, അല്ലെ. അതായത് ഒരു നോർമൽ പാക്കേജിൽ, ചില ഷോർട്ട് പാക്കേജിൽ പോകുന്ന ആൾക്കാരുണ്ട്, നോർമൽ പാക്കേജിൽ പോകുന്ന ആൾക്കാർ നേരത്തെ പോകും. അപ്പൊ നമുക്ക് എന്തായാലും സമയം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഇഹ്റാമിൽ പോകുമ്പോൾ യാത്രയിൽ തന്നെ, അല്ലെ, ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഉംറ ചെയ്യും. ആ ഉംറയുടെ കർമ്മങ്ങൾ കഴിയുമ്പോൾ ഇഹ്റാമിൽ നിന്ന് പുറത്തു കിടക്കും. എന്നിട്ട് ഹജ്ജിന്റെ സമയമാകുമ്പോൾ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കും. അപ്പൊ അങ്ങനെ ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ ശരിക്കും നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ പ്രയോജനം കിട്ടുകയാണ്, അല്ലെ. നമുക്ക് കൂളായിട്ട് കാമായിട്ട് ഉംറയൊക്കെ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടന്ന് നമുക്ക് വേണമെങ്കിൽ നഖവും, അല്ലെ, അതായത് ഇഹ്റാമിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലെ, അതൊക്കെ നഖമൊക്കെ കട്ട് ചെയ്ത് എല്ലാം വളരെ സെറ്റായിട്ട് പിന്നെ ഹജ്ജിന്റെ സമയം വരുമ്പോൾ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. അപ്പൊ ഒരേ യാത്ര കൊണ്ട് രണ്ട് ഗുണങ്ങളും രണ്ട് പ്രയോജനങ്ങളും നമുക്ക് കിട്ടുകയാണ്. അതാണ് ഹജ്ജ് തമത്തോ. ഇനി അടുത്തത് ഹജ്ജ് അൽ ഖിറാൻ. ഖർൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു വ്യക്തിക്ക് ഉംറയും ഹജ്ജും ഒരു ഇഹ്റാമില് ജോയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ വ്യക്തി ഒരേ ഒരു ഇഹ്റാമില് ഉംറയും ഹജ്ജും കൂടെ ഒന്നിച്ച് നിർവഹിക്കുക. അതാണ് ഹജ്ജ് അൽ ഖിറാൻ. ഇനി മൂന്നാമത്തത് ഹജ്ജ് അൽ ഇഫ്രാദ്. ഓക്കെ, അവിടെ ഹജ്ജ് മാത്രം, ഉംറ ഇല്ല. ഒരു ഇഹ്റാം, ഹജ്ജ് മാത്രം, ഉംറ ഇല്ല. അങ്ങനെ 3 ടൈപ്പ് ഹജ്ജുകളാണുള്ളത്. അപ്പം ഹജ്ജൽ തമത്തോ, അവിടെ നമുക്ക് രണ്ട് ഇഹ്റാം, ഹജ്ജും ഉംറയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഹജ്ജൽ ഖിറാൻ, ഒരു ഇഹ്റാം, ഹജ്ജും ഉംറയും കമ്പൈൻ ചെയ്ത് ചെയ്യാം. ഹജ്ജൽ ഇഫ്രാദ്, ഒരു ഇഹ്റാം, ഹജ്ജ് മാത്രം, ഉംറ ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് തമത്തോ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആര് ഹജ്ജിന്റെ സമയം വരെ ഉംറയുടെ പ്രയോജനം എടുക്കുന്നുവോ, ഓക്കെ, അയാള് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വരെ, അല്ല, ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വരെ ഉള്ള സമയം കൊണ്ട് ഉംറയുടെ പ്രയോജനവും കൂടെ എടുക്കുന്നുവോ, ഫമസ്തൈസറ, അപ്പോൾ എന്താണ്, അവൻ എന്ത് ചെയ്യണം? ഫമസ്തൈസറ, നേരത്തെ പറഞ്ഞ പോലെ ഈസി ആയിട്ട് അവൈലബിൾ ആണോ, മിനൽ ഹദിയെ,
സാക്രിഫൈസ് ആനിമൽ, ഓക്കെ, ഒരു ബലിമൃഗത്തിന്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ആർക്ക് ഹജ്ജ് തമത്തു ചെയ്യാൻ പറ്റിയോ, അതായത് നേരത്തെ വന്നിട്ട് ഉംറയ്ക്ക് സമയം കിട്ടി, ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ കയറി, അത് ഉംറ ചെയ്തു, ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടന്നു, എന്നിട്ട് ഹജ്ജിന്റെ സമയമാകുമ്പം ഹജ്ജ് ചെയ്യാൻ പറ്റിയോ, അവരുടെ മേല് ഒരു ബാധ്യതയുണ്ട്. എന്ത്? ഒരു ഹദീ, അല്ലെ, ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ബലി ചെയ്യണം എന്നുള്ളത്. ഈ സാക്രിഫൈസ് ഫിദിയല്ല. കാരണം ഇവിടെ നമ്മൾ ഒന്നും ഒഴിവാക്കുന്നില്ല, അല്ലെ, നമ്മൾ ചെയ്യാനുള്ള ഒരു കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിദിയല്ല, പ്രായശ്ചിത്തമല്ല, പകരം ഇതൊരു നിർബന്ധ ബാധ്യതയാണ്. എന്തിനാ? നമുക്കിങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാം, അല്ലെ, സുബ്ഹാനല്ലാഹ്, ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് തൗഫീക്ക് കിട്ടുകയാണ്, അങ്ങനെ എക്സ്ട്രാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹ്ക്ക് നന്ദിയുള്ളവരായിരിക്കണം. ഇതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇപ്രകാരം ഒരു ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പറയുന്നത്, നല്ല ഇതൊരു ബാധ്യതയായിട്ട് പറയുന്നത്. അപ്പൊ ഫമസ്തൈസറ മിനൽ ഹദീ, അപ്പം ഒരു ബലി മൃഗത്തിൽ നിന്ന് ബലി കൊടുക്കണം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടുന്നത് അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. ഇത് ഒരു റിക്വയർമെന്റ് ആണ്, ഇതൊരു ബാധ്യതയാണ് ഈ രീതിയിൽ ഹജ്ജ് തമത്തോൾ ചെയ്യുന്ന ആളുകളുടെ കാര്യം. ഇപ്പൊ നമ്മളൊക്കെ സാഹചര്യത്തിൽ ഒരു 99% നമ്മൾ ഹജ്ജ് തമത്തോൾ ചെയ്യുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടിൽ നിന്ന് പോയി നമുക്ക് സമയം ഉണ്ടാവും ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് അത് ചെയ്യണം എന്ന് പറയുന്നത്? നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി, കൂടുതൽ പ്രതിഫലം നേടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുകൊണ്ട് തന്നെ കൂടുതൽ നന്ദിയുള്ളവരാകാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, ഇത് ജീവിതത്തിലും തന്നെ നമുക്ക് വലിയൊരു ഇമ്പോർട്ടന്റ് ലെസൺ ആണ്, അല്ലെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും മറ്റുള്ളവരെക്കാൾ എക്സ്ട്രാ ചെയ്യാനുള്ള സാഹചര്യം, അല്ലെ, ഒരു എളുപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹിന്റെ പ്രതിഫലം നേടാൻ വേണ്ടി കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള സിറ്റുവേഷനും അതിനുള്ള എളുപ്പവും അതിനുള്ള എൽമും അതിനുള്ള എന്തൊക്കെയാണോ അതിന് വേണ്ടത്, ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എന്ത് രീതിയിൽ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സാധാരണത്തിനേക്കാൾ മറ്റുള്ളവരെക്കാൾ അധികം നന്ദിയുള്ളവരായിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു വ്യക്തി ഹജ്ജ് തമത്തു ചെയ്യാൻ വേണ്ടിയിട്ട് നിയത്ത് വെച്ച് ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്യാണെന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അത്ര എക്സ്ട്രാ കാര്യം ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് എക്സ്ട്രാ നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹദീ ചെയ്യാൻ പറ്റുന്നത്. സപ്പോസ്, ഓക്കെ, ഇവര് വന്നു, ഇതുപോലെ ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്യാനുള്ള നിയത്തും വെച്ചു. പക്ഷെ ഈ മൃഗത്തിനെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പം അയാളുടെ കയ്യിൽ പൈസയില്ല. ഓക്കെ, അയാള് നിയത്ത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അയാളുടെ കയ്യിൽ പൈസയില്ല. അയാളുടെ ഒന്നെങ്കിൽ അയാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്നും പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം, ഹജ്ജിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് പൈസ എത്തിക്കാൻ വേണ്ടി യാതൊരു മാർഗവും അയാൾക്ക് ഇല്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? കാരണം ഇതൊരു ബാധ്യതയല്ലേ, ഇത് നിർബന്ധമാണ്, അല്ലെ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ആളുകളുടെ അടുത്ത് യാചിക്കണോ പൈസക്ക് വേണ്ടിയിട്ട്? അല്ല. അള്ളാഹു പറയുന്നുണ്ട്, ഫമല്ലം യജിദ്, ആർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലയോ, വാവ് ജീം ദാൽ, ആർക്ക് വജദ യജിദു, ഒക്കെ കണ്ടെത്താൻ പറ്റുന്നില്ലയോ, അപ്പം അവരെന്ത് ചെയ്യണം? ഫസിയാമുൻ, നോമ്പെടുക്കുക. എത്ര നോമ്പ്? സലാസത്തി അയ്യാമിൻ, 3 നോമ്പ്, 3 ദിവസം നോമ്പെടുക്കുക. അയ്യാമ് യൗമിന്റെ പ്ലൂരല്. അപ്പം അയാൾ 3 ദിവസം നോമ്പെടുക്കണം. ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തന്നെ, ആ ഹജ്ജിന്റെ സമയത്ത് തന്നെ, ഹജ്ജിന്റെ മാസങ്ങളിൽ തന്നെ, ഓക്കെ, ആ ഹജ്ജിന്റെ സീസൺ തന്നെ, അടുത്ത കൊല്ലമല്ല, ഓക്കെ, അവിടെ വെച്ച് തന്നെ ആ ഹജ്ജിന്റെ സമയത്ത് തന്നെ 3 നോമ്പെടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇത് ഹജ്ജിന്റെ മുമ്പേ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇയാൾക്ക് അറിയാം എൻ്റെ കയ്യിൽ ഇങ്ങനെ, അത് എനിക്ക് ഹജ്ജ് തമത്വമാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് ബലി അറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പൈസ ഇല്ല. അപ്പൊ അയാൾക്ക് ഹജ്ജിന്റെ മുമ്പേ വേണമെങ്കിൽ ഈ 3 നോമ്പെടുക്കാം. അതല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന് ശേഷം 13 ദുൽഹിജ്ജ 13-ന് ശേഷം ഈ 3 നോമ്പെടുക്കാം. ഓക്കെ, അപ്പം ഈ 3 നമുക്കറിയാം, ഹജ്ജ് ചെയ്യുന്നവർ അറഫയിൽ നോമ്പെടുക്കാറില്ല, അല്ലെ. അവർക്ക് നോമ്പ് ഹജ്ജിന്റെ സാഹചര്യത്തിൽ അവർക്കില്ല. അതുപോലെ യൗമുൻ നഹറിൽ അവർക്ക് നോമ്പില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഹജ്ജിന്റെ മുമ്പേ അതല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന് ശേഷം ഈ 3 നോമ്പ് ഹജ്ജിന്റെ ആ സീസണിൽ തന്നെ അവർ എടുക്കണം. പിന്നെ പിന്നെ 7 ഇദാ റജഅതും, അവര് മടങ്ങിയതിന് ശേഷം, അവര് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം 7 എണ്ണം. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 10. സുബ്ഹാനല്ലാഹ്. 3 എണ്ണം അവിടെ വെച്ചിട്ടും 7 എണ്ണം വീട്ടിൽ ചെന്നിട്ടും. തിൽക്ക, അത് അഷ്റത്തുൻ, 10, ക്യാമിലത്തുൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള, മുഴുവനായിട്ടുള്ളത്. അപ്പം അത് 10 കംപ്ലീറ്റ് നോമ്പുകൾ ആയിരിക്കണം,
ഓക്കെ, 8, 9, 7 എടുത്ത് നിർത്താൻ പറ്റൂല. 3 അവിടെ വെച്ച് ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന്റെ മാസങ്ങളിൽ തന്നെ ശേഷം 7 നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ 10 കംപ്ലീറ്റ് ആക്കണം. ഏത് സിറ്റുവേഷനിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? അത് ഹജ്ജ് തമത്തോ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ട്. ഒരു സിറ്റുവേഷനും ഒരു പ്രശ്നവും ഇല്ല, വളരെ കാമൻ കൂളായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്ത് അതിനുശേഷം ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടന്ന് ഹജ്ജിന്റെ സമയത്ത് വന്ന് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നന്ദി സൂചകമായിട്ട് ഹദീനെ സാക്രിഫൈസ് ചെയ്യണം. ഇനി ഈ സാക്രിഫൈസ് ചെയ്യാൻ അയാൾക്ക് എന്തെങ്കിലും അയാളുടെ സാമ്പത്തിക അവസ്ഥ കാരണം അയാൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫിദയാണ് ഈ 10 നോമ്പുകൾ. അതിൽ 3 ഹജ്ജിന്റെ സീസണിൽ അവിടെ വെച്ചിട്ടും 7 നാട്ടിൽ വന്നതിന് ശേഷവും ചെയ്യണം. ഓക്കെ, ദാലിക അത് ഈ ഒരു നിയമം ലിമൻ ആർക്കാണ്? യാതൊരുവർക്കാണ് ലം യകുൻ അവർക്കില്ല അഹ്ലുഹു അവന്റെ കുടുംബം, അഹ്ല് അവന്റെ കുടുംബം, ഹാദിരി ഹാദിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഹാദിരീന ആണ്, പക്ഷെ അൽ മസ്ജിദുൽ ഹറാമിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അവിടെ നൂന് ഡ്രോപ്പ് ആയിട്ട് ഹാദിരിൽ മസ്ജിദുൽ ഹറാം എന്നാണ് പറയുന്നത്. അപ്പം അവന്റെ കുടുംബം മസ്ജിദുൽ ഹറാമിൽ അല്ലെങ്കിൽ ഹറാമിന്റെ പരിസരത്ത് പ്രസന്റ് അല്ലാത്ത ആള്. ഓക്കെ, ഹാദിർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസന്റ് ആവുക അല്ലെ, അവിടെ അവൈലബിൾ ആയിരിക്കുക. ഇത് യഅ്ഖൂബ് അൽ മൗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം അവിടെ പ്രസന്റ് ആയിരിക്കുക. പ്രസന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് റെസിഡൻസ് ആയിരിക്കുക, അവിടുത്തെ താമസക്കാരായിരിക്കുക. ഓക്കെ, ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ ആയിരിക്കുക. അങ്ങനെയുള്ളവർക്കല്ലാത്തവർക്ക് ഓക്കെ ലം യകുൻ അഹ്ലുഹു ഹാദിരിൽ മസ്ജിദുൽ ഹറാം. അപ്പം അവിടുത്തെ റെസിഡൻസ് അല്ലാത്തവർക്കാണ് ഈ ഒരു നിയമം ഉള്ളത്. കാരണം ഹജ്ജ് തമത്തോ തന്നെ ആർക്കാണ്? പുറത്തുനിന്ന് വരുന്ന ആൾക്കാണ് അല്ലെ. ഹജ്ജ് തമത്തോ ചെയ്തു, അവന് അവിടെ സാക്രിഫൈസ് ചെയ്യാനുള്ള ബലി കൊടുക്കാനുള്ള മൃഗത്തിനെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ 3 അവിടെയും 7 നാട്ടിൽ വന്നിട്ടും 10 നോമ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. ഈ നിയമം ആർക്കാണ്? അവന്റെ കുടുംബം അവിടെ മസ്ജിദുൽ ഹറമിൽ അല്ലെങ്കിൽ ആ ഒരു ഹറമിന്റെ പരിസരത്തിൽ താമസക്കാരല്ല എന്നുണ്ടെങ്കിൽ, അവിടുത്തെ റെസിഡൻസ് അല്ലാന്ന് ഉണ്ടെങ്കിൽ, മനസ്സിലായോ? പുറത്തു നിന്ന് വരുന്ന ആൾക്കാണ് ഈ നിയമം ഉള്ളത്. മക്കയുടെ പുറത്ത് താമസിക്കുന്നവർക്കാണ് ഈ നിയമം ഉള്ളത്. ഓക്കെ, വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് നിശ്ചയമായും അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇഖാബ് ഐൻ ഖാഫ് ബ. ഇഖാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ. അത് ആഖിബ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ആഖിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീൽസ്, നമ്മുടെ ഉപ്പൂറ്റി എന്ന് പറയില്ലേ. അപ്പം പിന്തുടരുക, നമ്മൾ ഉപ്പൂറ്റി വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പിന്തുടരാണ്. അപ്പം ഒരാൾ അത്തരത്തിൽ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷ അവനെ പിന്തുടരും. അതിൽ നിന്നാണ് ആഖിബിൽ നിന്നാണ് ഇഖാബ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് അവനെ വിടൂല. അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ പിന്നാലെ ഉണ്ടാവും, ആ ശിക്ഷ അവനെ വിടൂല. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്, ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാനുള്ള നിയമങ്ങളാണ് എന്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, നിർബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അത് മേക്കപ്പ് ചെയ്യുന്ന, അതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന വേറൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ചെയ്യണം അല്ലെ. അല്ലാതെ ഇതിനെ ലൈറ്റ് ആക്കി ആർക്കും എടുക്കാൻ പറ്റൂല. വളരെ ഇതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ലേ. ആ പറ്റാഞ്ഞിട്ടല്ലേ എന്നുണ്ടെങ്കിൽ ആ പറ്റാഞ്ഞിട്ടല്ലേ എന്നുള്ളത് ഓക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. പക്ഷെ പറ്റാഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ വേറെന്തോ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പറ്റാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞ് വെറുതെ വിടാൻ പറ്റൂല. അപ്പം ഇതിന്റെ ഓരോ നിയമങ്ങളും വളരെ സിവിയർ ആണ്, മേജർ ആണ്. സുബ്ഹാനല്ലാഹ്. വഅതിമ്മുൽ ഹജ്ജ് വൽ ഉംറ അത് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയില്ലേ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ലില്ലാ, അള്ളാഹുവിന് വേണ്ടി. അത് അള്ളാഹുവിന്റെ ഹക്കാണ്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി നമ്മൾ ചെയ്യണം. വളരെ ലൈറ്റ് ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റൂല. കാരണം നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഹജ്ജ് ചെയ്യുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉംറ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹു അറിയുന്നുണ്ടെന്നും നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഒരു റീസണോട് കൂടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതും അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. തെറ്റിന് ശിക്ഷ നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമുക്കൊരു സമ്മറി നോക്കാം. വലിയൊരു ആയത്താണ് അല്ലെ, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് ഓടിച്ചു പോവാം ഓരോ ഭാഗവും എന്താണ് പറഞ്ഞത് എന്ന്. ഓക്കെ, ഒന്നിച്ച് പറയുമ്പോൾ ആ പോയിന്റ്സ് എല്ലാം നമ്മുടെ മനസ്സിലൊന്ന് സമ്മറി ആയിട്ട് വരുമല്ലോ.
അപ്പം വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുക. ഫഇൻ ഉഹ്സിർത്തും, എന്നാൽ നിങ്ങൾക്ക് പറ്റാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾ ഒരു ബലി, ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ബലിമൃഗത്തെ ബലി കൊടുക്കുക. വലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, അതായത് നിങ്ങളുടെ മുടി ഷേവ് ചെയ്ത് കളയരുത് അല്ലെങ്കിൽ ട്രിം ചെയ്ത് കളയരുത്. ഏതുവരെ? നിങ്ങളുടെ ബലിമൃഗം മഹലിൽ എത്തുന്നത് വരെ, അല്ലെ ഹറമിൽ ബലി ചെയ്യാൻ വേണ്ടി എത്തുന്നത് വരെ, അതായത് ബലി ചെയ്യപ്പെടുന്നത് വരെ. ഇനി വേറൊരു സിറ്റുവേഷൻ, ഒരാള് രോഗിയാണ്. ആ രോഗം കാരണം അയാൾക്ക് അയാളുടെ ഹെയർ, മുടി ഷേവ് ചെയ്ത് കളയേണ്ടി വന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം അയാൾക്ക് പാലിക്കാൻ പറ്റൂല, അല്ലെ, ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദൻ മിൻ റഅസിഹി, അവൻ രോഗിയാവുക അല്ലെങ്കിൽ അവന്റെ തലയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ, മുറിവുകൾ, വേദനകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പം അയാൾ എന്ത് ചെയ്യണം? ഇഹ്റാമിൽ നിന്ന് പുറത്തു വരണം. എന്നിട്ട് ഹജ്ജ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചോയ്സ് അയാൾക്കുണ്ട്. കാരണം ഇയാൾക്ക് ഈ ഒരു കണ്ടീഷൻ, ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാനുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ അയാൾക്ക് അവിടെ പറ്റിയില്ലല്ലോ, ഈ ഒരു കാരണത്താൽ, അല്ലെ, അയാൾക്ക് തല ഓൾറെഡി ഷേവ് ചെയ്ത് പോയ കാരണത്താൽ. അപ്പൊ അയാൾക്ക് പുറത്തു വരാം, പക്ഷേ അയാൾക്ക് എന്താണ് അവിടെ ഒരു ഫിദിയ ഉണ്ട്. 3 ഓപ്ഷൻ ഉണ്ട് ഫിദിയക്ക്, അല്ലെ. അപ്പൊ ഫിദിയത്തും മിൻ സുയാമിൻ ഔ സദഖത്തിൻ ഔ നുസുഖിൻ. ഓക്കെ, അപ്പൊ ഈ 3 ഒന്നെങ്കിൽ നോമ്പ്, അല്ലെങ്കിൽ സ്വതക്ക, അല്ലെങ്കിൽ നുസുഖ്, അല്ലെങ്കിൽ ബലി, ഈ മൂന്നിലൊന്ന് ഫിദിയ ചെയ്തിട്ട് അയാൾക്ക് പുറത്തു വരാം. ഇനി അടുത്ത സിറ്റുവേഷൻ, ഇതാ അമിൻതും, വളരെ നോർമലായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ഹജ്ജും ഉംറയുമായിട്ട് അല്ലെങ്കിൽ തുടരാനുള്ള യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അതായത് അവൻ ഹജ്ജ് തമത്തോ ചെയ്യുന്ന, ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്, ഹജ്ജ് വരെയുള്ള സമയത്ത് ഉംറ ചെയ്യുന്ന ആ ഒരു പ്രയോജനം എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ മേലൊരു ബാധ്യതയുണ്ട്. എന്താണ്? ഫമസ്തൈസറ മിനൽ ഹദി, അവന് ഒരു ബലിമൃഗത്തെ ബലി കൊടുക്കണം. പക്ഷേ അവന് അത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ഫമൻ ലം യജിദ്, അവൻ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ അവൻ അത് ഹദി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫസിയാമു സലാസത്തി അയ്യാമിൻ, അവൻ 3 നോമ്പ് എടുക്കണം. എവിടെ? ഫിൽ ഹജ്ജ്, ആ ഹജ്ജിന്റെ ദിവസങ്ങളിൽ തന്നെ. ഓക്കെ, ഹജ്ജിന്റെ ദിവസങ്ങളിൽ തന്നെ അറിയുമ്പോൾ അവന് ഓൾറെഡി ഈ സിറ്റുവേഷൻ അറിയാം, അവനെ കൊണ്ട് ബലി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവന് ഹജ്ജിന്റെ മുമ്പേ, ഹജ്ജിന്റെ മാസങ്ങളിൽ തന്നെയാണ്. ഓക്കെ, ഹജ്ജിന്റെ മുമ്പേ ആണെങ്കിൽ പോലും ഹജ്ജിന്റെ മാസങ്ങളിലാണത്, അതിന്റെ മുമ്പേ ചെയ്യാം, അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന് ശേഷം 13-ന് ശേഷം, ദുൽഹിജ്ജ് 13-ന് ശേഷം അവന് ചെയ്യാം. അപ്പൊ സബഅത്തിൻ, 7 കൂടെ, ഇതാ റജഅത്തും, അവൻ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം, തിൽക അശ്റത്തുൻ കാമില, അങ്ങനെ 10 പൂർണ്ണമാക്കുക. പക്ഷെ ഈ നിയമം ആർക്കുള്ളതാ? ദാലിക ലിമൻ ലം യകുൻ അഹ്ലുഹു ഹാദിരിൽ മസ്ജിദിൽ ഹറാം, അവൻ ഹറമിന്റെ റെസിഡന്റ് അല്ല, അല്ലെങ്കിൽ മക്കയിലെ ഹറമിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ചുറ്റളവുണ്ട്, അല്ലെ, അതിനകത്ത് താമസിക്കുന്ന ആളല്ല, പുറത്ത് താമസിക്കുന്ന ആളാണെങ്കിലാണ് ഈ നിയമം അവന് ബാധകം. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അവൻ അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്, അല്ലെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രായശ്ചിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം. അത് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല, ഹജ്ജിന്റെ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ സുബ്ഹാനല്ലാഹ് ഇത്രയും ബെസ്റ്റായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഹജ്ജിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, ഹജ്ജിനെ കുറിച്ചുള്ള അറിവ് നേടിയിട്ട് തന്നെ പോവാം. ഓക്കെ, പരമാവധി ഓരോ വ്യക്തിയെ കൊണ്ടും പറ്റുന്നതിന്റെ പരമാവധി അത് ശരിക്കും വായിച്ചും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും സംശയങ്ങൾ തീർത്തിട്ടും പോവുക. പലപ്പോഴും ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് സുബ്ഹാനല്ലാഹ് അവർ നമുക്ക് ഒരു കാര്യം ശരിക്കും അറിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എന്താണ് വ്യാപ്തിയും ആഴവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഫീലിങ്ങോട് കൂടി ചെയ്യാൻ പറ്റും, അല്ലെ. പക്ഷെ അടുത്തെന്താ ചെയ്യേണ്ടത് എന്നുള്ള ബേജാറ് നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മളെ ചിന്ത മുഴുവനും അതിന്റെ പിന്നാലെ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും ക്ലിയർ ആക്കി മനസ്സിലാക്കി പറ്റുമെങ്കിൽ എഴുതിയൊക്കെ തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് അതിന്റെ ആ ഒരു അന്തസ്സത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഹജ്ജോ ഉംറയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതിന്റെ സ്പിരിറ്റ്, അതിന്റെ ആഴം നഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇബാദത്തുകളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു പക്ഷെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെ. ഒരു പ്രാവശ്യം തന്നെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഏറ്റവും പരിപൂർണമായ ഹജ്ജ് ചെയ്യാനുള്ള, ഹജ്ജും ഉംറകളും ഇനി ഹജ്ജുകളും ഒന്നിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ
ഹജ്ജുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും തരട്ടെ. പക്ഷെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതെന്തോ കടമ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് പോലെ അവിടെ ചെന്നിട്ട് നോക്കാം, ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഇബാദത്തുകളിലൊക്കെ പരിപൂർണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു തൗഹീദ് പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കർമ്മവും അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് റബ്ബ് തട്ടെ. ഉടനെ ഒന്നും പോകാൻ പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും പോകാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുക, ദ്വാ ചെയ്യുക, നല്ല ശക്തമായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് എല്ലാവർക്കും തരട്ടെ. അതേപോലെ ശ്രമിക്കുകയും ചെയ്യുക. മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുക ഹജ്ജിനെ കുറിച്ചും ഉംറയെ കുറിച്ചും ഒക്കെ. അപ്പോൾ നമ്മൾ ഓരോ കാര്യവും ഓരോ ലെവൽ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ അടുത്തടുത്ത ആഴങ്ങൾ കിട്ടും. അപ്പോൾ തൽക്കാലം പോകുമ്പോൾ പഠിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തോ ബൈഹാർട്ട് പഠിച്ചത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കണ്ട. എപ്പോഴും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിന്റെ ആഴവും വ്യാപ്തിയും. ഇപ്പൊ നമുക്കറിയാം നമസ്കാരം ഒക്കെ അല്ലെ, റമളാൻ ഓരോ വർഷം ചെല്ലുമ്പോഴും നമുക്ക് അതിനോട് കൂടുതൽ അതിനോട് ഒരു അടുപ്പം വരുന്നുണ്ട് അല്ലെ, കൂടുതൽ അതിന്റെ ആഴം കിട്ടുന്നുണ്ട്, നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ നമസ്കാരങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങളും കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു ഇഷ്ടം വരുന്നുണ്ട്, നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഹൃദയം അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇടയ്ക്ക് കൈവിട്ട് പോകാറുണ്ടെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ്. പക്ഷെ ഹജ്ജിന് നമുക്ക് ഈ കൂടുതലിന് പക്ഷെ അവസരം ഉണ്ടാവില്ല അല്ലെ, ഒരു പക്ഷേ അവസരം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാക്കി തുടങ്ങാം ഇപ്പോഴേ. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഈ നിയമങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിക്കാത്തതിന്റെ ഒരു തെറ്റ് ഇല്ല. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കും തെറ്റുകാരൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഇതെല്ലാം വിശദമായിട്ട് ഖുർആനിലും ബാക്കി ഹദീസിന്റെ സപ്പോർട്ടുകളോട് കൂടിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ അറിവ് നമ്മളുടെ മുമ്പിലുള്ളപ്പം ഇല്ല. അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. അള്ളാഹ് കറക്റ്റായിട്ട് ഓരോന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണമെന്നും കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്തു എന്നുള്ള ഒരു കോളം ടിക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിന് പകരം അതിനെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അള്ളാഹിന്റെ ഏറ്റവും വലിയ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് നാളെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്ന ഒരു അമലായിട്ട് അതേപോലെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ പോലെ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടുകൊണ്ട് തിരിച്ചു വരാനുള്ള രീതിയിൽ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിയത്ത് ചെയ്യുക. അതിന് നമ്മൾ ഇപ്പോഴേ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ, കാരണം നമ്മൾ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ പലതും തൗബ ചെയ്ത് മടങ്ങാനും തിരുത്താനും ഏറ്റു പറയാനും അല്ലെ, പല മനുഷ്യന്മാരുടെ അടുത്ത് ഏറ്റു പറയാനും ഒക്കെ ഉള്ളതുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോഴേ അതിനൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, പോവാത്തവരുടെ കാര്യം ഞാൻ പറയാണ് കേട്ടോ, പോകുന്നവരെപ്പോഴും ദ്വാ ചെയ്യുക, പോയവരെപ്പോഴും ദ്വാ ചെയ്യുക അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ കുറവുകളും പരിധികളും ഒക്കെ പരിഹരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പോകാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ദ്വാ ചെയ്യുക. പോവാത്തവർ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കുറേ ഉണ്ട്. അറിവ് കൊണ്ടുള്ള തയ്യാറെടുപ്പ്, തെറ്റുകൾ തിരുത്തുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അല്ലെ, നമ്മുടെ ഹൃദയം അതിനകത്തേക്ക് എത്തുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ, അതൊക്കെ ചെയ്യുക. എന്നിട്ട് അത് നല്ല പൂർണ്ണമായ ഒരു ഇബാദത്തായിട്ട് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഖൈറായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആ രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حسني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. قولوا قولي هذا واستغفر الله لي ولكم ولسائر المسلمين.
فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.